ഗുണഭോക്താവുന്നത് ഇവർ തന്നെയാണ്. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയാണല്ലോ. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്തു, ഇത് രാഷ്ട്രീയ വിശദീകരണവുമായി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. ഇതാണല്ലോ ഇപ്പോൾ വടകരയിൽ സംഭവിക്കുന്നത്. UDF രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുന്നു, LDF നടത്തുന്നു. ഇതിൽ ഓരോരുത്തരും നടത്തുന്ന വിശദീകരണ യോഗങ്ങളിൽ ഓരോരുത്തരും സംസാരിച്ചത് എന്താണ്, ഇക്കാര്യങ്ങൾ പിന്നീട് അത് വാർത്തയാകുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇല്ല മഞ്ജുഷ, ഇതിൽ നമ്മൾ നോക്കേണ്ടത് വടകരയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ചർച്ച പോലും വടകരയിൽ തുടങ്ങിയിട്ട് എവിടേക്കാണ് എത്തിയിട്ടുള്ളത്? അത് പോകുന്ന വേറെ കാര്യങ്ങളിലേക്ക്, പ്രശ്നത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്നില്ല, പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് ഇവരാരും വരുന്നുമില്ല. ഇവിടെ നമ്മൾ നേരത്തെ കൂട്ടി വായിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഹരിഹരൻ പറഞ്ഞതിൽ ഉമർ ഫൈസി മുക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. ഉമർ ഫൈസി മുക്കത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതും അതിനേക്കാൾ മുമ്പേ ഉമർ ഫൈസി നേരത്തെ നടത്തിയുള്ള പ്രതികരണം, ആ പ്രതികരണത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. അതാണ് വടകരയിൽ ഈ പ്രചരണങ്ങളുടെയൊക്കെ ഒരു ഭാഗം. ആ പ്രതികരണം ഉണ്ടാക്കാവുന്ന റിസൾട്ട് അത് മറികടക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില രീതിയിൽ മറുപ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മറുപ്രചരണങ്ങളുടെ ഭാഗം അപ്പം ഉമർ ഫൈസി പറഞ്ഞത് അതിനെതിരെ മറുപ്രചരണവും ഒരു സമുദായത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം അവിടുന്ന് പിന്നീട് പൊട്ടിമാറുകയാണ്. അവിടെ മാറിയിട്ടാണ്. അതാണ് ഈ നാദാപുരം, മേപ്പയൂർ, കുറ്റ്യാടി ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കത്തിപ്പടരുന്നത് എവിടെയെന്നുള്ളതല്ല, രാഷ്ട്രീയത്തിലാവാം, സാമൂഹികപരമായ പ്രശ്നങ്ങളിലാകാം, സാംസ്കാരിക പ്രശ്നങ്ങളിലാവാം, കലാപരമായ പ്രശ്നങ്ങളിലാവാം. ഇതെല്ലാം കൂടി അവസാനം സാമുദായിക പ്രശ്നമായിട്ട് മാറും. അത് മാറുന്നൊരു ഘട്ടത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോയത്. ഇപ്പോഴും അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് കണ്ട് പരിഹരിക്കുന്നതിന് പകരം ഇതുമായി നടക്കുന്ന ഓരോ ചർച്ചയും, ചാനൽ ചർച്ചകൾ മാത്രമല്ല, അതേപോലെ നടക്കുന്ന ഈ ഫീൽഡിൽ നടക്കുന്ന വിശദീകരണ യോഗങ്ങൾ ഉൾപ്പെടെ ഇവിടെയൊക്കെ നടക്കുന്നത് ആ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് പിന്നീട് കാടും പടലും അടിക്കുന്ന രീതിയിലേക്ക് ആണ് പോകുന്നത്. അതുകൊണ്ട് ഗുണമുണ്ടാകില്ല. ഞാൻ പറഞ്ഞത് എന്നോട് തന്നെ വടകരയിലെ പല ആളുകളും ഒരേ ഈ പറയുന്ന രാഷ്ട്രീയത്തിലൊക്കെ പെട്ട ആളുകൾ തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഭയക്കുന്നു, പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിന് പകരം നേരിട്ട് പ്രശ്നം പരിഹരിക്കാൻ തുനിഞ്ഞില്ലെങ്കിൽ ഞാനൊക്കെ ഈ അനുഭവിക്കാനാൽ അതിന് സാക്ഷ്യം വഹിച്ചതാണ് നേരത്തെ ഉണ്ടായ നാദാപുരം ഭാഗത്തുണ്ടായ പ്രശ്നങ്ങൾ. അത് നാദാപുരം എന്ന് പറയുമ്പോൾ നാദാപുരത്ത് മാത്രമല്ല പല ഭാഗങ്ങളിലായിട്ട് പല ഭാഗങ്ങളിലായി നടന്ന പ്രശ്നങ്ങൾ അതിനേക്കാൾ ഭീകരമായിട്ട് ആളിക്കത്തുന്ന രൂപത്തിലേക്ക് പോകും. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ തന്നെ 19 മണ്ഡലങ്ങളിലും ഇല്ലാത്ത രീതിയിലാണ് വടകരയിൽ പ്രചരണങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത് കൂടി വന്നിട്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. എന്നിട്ടും സംഭവിച്ച കാര്യങ്ങൾക്ക് ഇപ്പം ഞാൻ ചെയ്ത തെറ്റാണെന്ന് ചോദിച്ചാൽ ഞാൻ മറ്റുള്ള ആളുടെ തെറ്റുകളാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ മത്സരിച്ചുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ഇത് വലിയ അപകടകരമായ കാര്യമാണ്. ഈ ചർച്ചയിൽ പോലും പ്രശ്നങ്ങളിലേക്ക് വന്നിട്ട് അത് ഇന്ന രീതിയിൽ പരിഹരിക്കേണ്ടതാണ്, നമ്മൾ പരിഹരിക്കണം എന്ന രീതിയിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഈ വിഷമം, അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇപ്പം നമുക്ക് മനസ്സിലാവില്ല. തർക്കിച്ച് ജയിക്കാനാണ് നോക്കുക. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്, പിന്നെ തിരികെ കൊണ്ടുവരാനുള്ള ന്യായീകരിക്കാൻ കൈവിട്ട് പോയാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ശ്രീ രോഹിത്, ഇവിടെ